സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണോ എന്ന് നമുക്കൊരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാം. നന്നായി വളരുന്ന ഒരു ചെടിയെ 2-3 ദിവസം പ്രകാശം ലഭിക്കാത്ത വിധത്തിൽ ഒരു ഇരുട്ടുമുറിയിൽ അടയ്ക്കുക. 2 ദിവസത്തിന് ശേഷം അതിൻ്റെ ഇലകൾ വാടി ചെടി തളർന്നിരിക്കുന്നതായി കാണാം. തുടർന്ന് ഉള്ളിലേക്ക് കാണാവുന്ന ഒരു ഒഴിഞ്ഞ ബോട്ടിലെടുത്ത് അതിൻ്റെ കോർക്ക് 2 കഷ്ണമാക്കി മാറ്റുക. അതിലേക്ക് അല്പം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ചേർക്കുക. കുപ്പിക്കുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവനായും വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. തുടർന്ന് ഇവിടെ കാണുന്നത് പോലെ ഒരിലയുടെ 1/4 ഭാഗത്തോളം കോർക്കിനുള്ളിലൂടെ കുപ്പിയിലാക്കി അടയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുപ്പിയുടെ ഉള്ളിലേക്ക് യാതൊരു കാരണവശാലും വായു കടക്കാത്ത വിധത്തിൽ വേണം ഇത് അടയ്ക്കാൻ. വേണമെങ്കിൽ ഗമ്മ് അല്ലെങ്കിൽ എംസീൽ മുതലായവ ഉപയോഗിച്ച് അതിനെ വായുനിബിദ്ധമാക്കി അടയ്ക്കാം. 1-2 മണിക്കൂറുകൾ അത് വെയിൽ ലഭിക്കുന്ന രീതിയിൽ വയ്ക്കുക. തുടർന്ന് ഇല പൊട്ടിച്ച് കുപ്പിയെടുക്കുക. ആ കുപ്പിയിൽ നിന്നും എടുത്ത ഇലയെ അയഡിൻ ലായനിയിൽ മുക്കി നോക്കുക. കോർക്കിന് താഴെയുള്ള ഭാഗത്ത് നിറം മാറ്റം കാണുന്നില്ല. കുപ്പിക്ക് പുറത്തുള്ള ഭാഗം വയലറ്റ് ഇരുണ്ട നീല നിറമായിട്ട് മാറുന്നു. അതിനർത്ഥം അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുകയും അന്നജം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്.